ഹലോ ഗായ്സ്, നമ്മുടെ GTA 5 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിളെ നമ്മൾ ആ കാലത്ത് വിളിച്ചിട്ടുണ്ടായിട്ടാ. അപ്പം എന്തോ ഒരു സീൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൈക്കിളും ജിമ്മിയും കൂടി അവൻ്റെ ക്രൂസ് ഷിപ്പിൽ എന്തോ ചെയ്യാനായിട്ട് എന്തോ പോയതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് വലിയ രണ്ട് ഷാർക്കാണോ ഒരു ഷാർക്കാണോന്ന് അറിയില്ല. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലാണെങ്കിൽ മറ്റേ തോക്കുള്ള ട്രക്ക് എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചോപ്പ് കൂടി ഉണ്ട്. പക്ഷേ ഞാൻ പറയാവുന്നേ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളും ജിമ്മിനെ രക്ഷപ്പെടുത്തണം കേട്ടാ. അപ്പോൾ ഒരു പെട്ട സിറ്റുവേഷനാണ് നിൽക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിൾ പറയണത് നമ്മുടെ വീട്ടിൽ പോയിട്ട് മൈക്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് തോക്കോണ്ട് വെടി വയ്ക്കാനാണ് പറയണത് കേട്ടാ. അപ്പോൾ ഷാർക്കാണെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്ത് വന്നേക്കണതാണ്. അപ്പോൾ എന്തിട്ട് സംഭവം ഒന്നും അറിയില്ല. ഷാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഷാർക്കല്ല. അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടാ നമ്മുടെ മൈക്കിൾ കൂട്ടൻ പറഞ്ഞ നമ്മുടെ ട്രക്ക്, മിനി ട്രക്കിൽ ഇത് ബാക്കിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നമ്മുടെ ബീച്ചിലേക്ക് പോവാട്ടാ. അപ്പോൾ എത്ര വലിയ ഷാർക്കാന്ന് അറിയില്ല, ഈ തോക്കൊണ്ട് പിടിച്ച് ചാവോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ മിനി ട്രക്ക് കൊണ്ട് പോവാം നമ്മുടെ ബീച്ചിലേക്ക് കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ട്രാക്ടറിന് നേരെ പോയി അടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ തീരത്താണ് അതാണ് നമ്മുടെ മൈക്കിളുടെ ക്രൂസ് ഷിപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അതേപോലെ ഷാർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഗണ്ണുകൊണ്ട് സൂം ചെയ്ത് നോക്കാം. എത്ര വലിയ ഷാർക്കാന്ന് അറിയില്ലല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും സൂം ചെയ്ത്. ഓക്കെ ഗൈസ്, ഇതേവിടെ ഷാർക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കണ്ടാ. ഇതേ രണ്ട് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, നമുക്ക് എന്തായാലും ഷാർക്കിനെ എൻ്റെ പൊന്നെ ഗൈസ്, എന്തിട്ട് ഉണ്ടായേ. എൻ്റെ പൊന്ന് ഗൈസ്, മറ്റേ മെഗില് കാണുന്ന പോലെ. എൻ്റെ പൊന്ന്, എന്തൊരു വലിയ ഷാർക്ക്. അപ്പം അത്യാവശ്യം സീൻ തന്നെയാട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാട്ടാ. പണി പാളിന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഇവിടുന്ന് പോവാം. ഓക്കെ ഗൈസ്, അത്യാവശ്യം വലിയ ഷാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടാ. പണി പാളിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ട്രവർ കുട്ടൻ്റെ അടുത്തേക്ക് പോകാം. അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ട്രവർ അടുത്തേക്ക് പോവാം. നമുക്ക് എന്തായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. എൻ്റെ പൊന്നെ, നമ്മളങ്ങനത്തെ ട്രവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ട്രവറെ എവിടെയാടാ? നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ട്രവറെ എവിടെയാടാ നീ? ഫോൺ വിളിച്ചെടുക്കണമില്ല. നമുക്ക് എന്തായാലും നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ട്രവർ ഈ സമയം കൊണ്ട് വിളിച്ച് തന്നെ വരുന്നതാണ്, പുറത്തേക്ക് വരുന്നതാണ്. നമ്മളങ്ങനെ വീടിൻ്റെ അകത്ത് പോകാറില്ല. അപ്പോൾ ഇവിടെ അവൻ്റെ അപ്പാപ്പനുണ്ട്. നമുക്ക് എന്തായാലും അപ്പാപ്പനോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ട്രവർ നമ്മുടെ അപ്പാപ്പൻ പറയുന്നുണ്ട്, ട്രവർ വീടിൻ്റെ അകത്തുണ്ടല്ലോ, എന്താ വരാത്തതെന്ന് അറിയില്ല, നീ പോയി അകത്തേക്ക് കയറി പോയി നോക്കാനാണ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അകത്ത് കയറി പോവാം. ട്രവറേ മച്ചാനെ എവിടെയാണ് നീ നിൽക്കണേ? ഇവനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ട്രവറിൻ്റെ വീടിൻ്റെ അകത്ത് വരുന്ന ട്രവറിന് ഇഷ്ടമല്ല കേട്ടാ. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ട്രവർ ഇതെന്തിരി കാണിക്കണേ? എൻ്റെ പൊന്നു കഴിച്ച ട്രവർ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ അറിയണില്ല. നമ്മൾ ട്രവർ ഒരു ഒറ്റ ബുദ്ധിക്കാരനാണല്ലോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണില്ല കേട്ടാ. അപ്പോൾ നമ്മളെന്തായാലും പറയുന്നുണ്ട് മൈക്കിള് പ്രശ്നത്തിലാണ്, ഷാർക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈക്കിളുടെ ക്രൂസ് ഷിപ്പിൻ്റെ അവിടെ വലിയ ഷാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കടലിൽ പോയി രക്ഷപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഈ വണ്ടി മാറ്റി വല്ല ബോട്ട് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രവർ പറയുന്നുണ്ട്, നിൽക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രവറിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയില്ല. ട്രവർ വണ്ടി എടുത്ത് എവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല എന്തിട്ടാണ് നമ്മുടെ ട്രവർ അണ്ണൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി അങ്ങനെ ബോട്ടാക്കുമെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രവർ അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ തട്ടിക്കോട്ട് ഒരു ബോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രവർ അണ്ണൻ. നമ്മുടെ ടോപ്പ് ഗിയറിൽ മറ്റേ ഡാനി, അവൻ്റെ പേരെന്തിനാണെന്ന് അറിയില്ല, നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ക്യാൻ വെച്ചിട്ട് നമ്മുടെ വണ്ടി ഫ്ലോട്ട് ചെയ്യില്ലേ, അതുപോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, നമ്മുടെ ട്രവർ അണ്ണൻ്റെ ഓരോ ബുദ്ധികളെ. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഇതിൽ ഫ്ലോട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ എന്തായാലും കാർ എടുത്ത് പോവാം. പക്ഷെ ഉന്നം വെക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ട്രവർ അണ്ണൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ തോക്കിൻ്റെയും വെടി വെക്കേണ്ട കാര്യത്തിൽ കേട്ടോ. എല്ലാ വെടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രവർ അണ്ണ സീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ മൈക്കിളെ രക്ഷിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ട്രവർ അണ്ണ മുത്താണ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ട്രവർ അണ്ണനെ വിളിച്ചിട്ടാണ് പോവാറ്. നമ്മുടെ ഇവന്മാരൊക്കെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ നമ്മൾ ട്രവർ അണ്ണനെ വിളിച്ചിട്ടാണ് പോവാറ് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ കാർ അങ്ങനെ ട്രക്ക് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷാർക്കുകളെ നോക്കി വെടി വയ്ക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷാർക്കുകൾ നല്ല പവറുള്ള ഷാർക്കാട്ടോ. നമ്മളിത് തട്ടിത്തെറിപ്പിച്ച് വിടുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് കാറിനൊന്നും പറ്റണില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള കാറാണ് കേട്ടോ. നമ്മുടെ ട്രക്കാണ്, കാറല്ല ട്രക്ക്. അപ്പോൾ നമുക്ക് എന്താ ഷാർക്ക് എൻ്റെ പൊന്നി, നമ്മളിത് ട്രവറെണ്ണം വെടി വെച്ച് കളി. 2 ഷാർക്ക് ഉണ്ട് കേട്ടോ.
എൻ്റെ പൊന്നെ. ഓ, ഈ ഷാർക്കാണെങ്കിൽ ഒടുങ്ങണില്ല കേട്ടോ. നമുക്ക് എന്തായാലും ട്രക്ക് എടുത്തിട്ട് ഞാൻ പോവാട്ടോ. നമ്മുടെ മിനി ട്രക്ക് എടുത്തിട്ട് വെടി വെക്കണ കാരണം നമ്മുടെ ഷാർക്കുകൾ അടുത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഇവിടെ എന്നിട്ട് അവൻ്റെ പേര് മൈക്കിളാണ് പോണട്ടോ. എൻ്റെ പൊന്നെ, നമ്മുടെ ട്രവറിനാണെങ്കിൽ നെഞ്ച് വെടി വെച്ചുകൊണ്ടിരിക്കണ്ട. നല്ല വെടി വെക്കണം അതിൻ്റെ ചിറകിലിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വേഗം പോവാട്ടോ. നമ്മുടെ ട്രക്കിന് അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മൈക്കിൾ കുട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളും ജിമ്മി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിളാണെങ്കിൽ പേടിച്ചിരിക്കാനാട്ടോ. സാധാരണ മൈക്കിൾ അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒറ്റയ്ക്കുള്ള കാരണം തോന്നുന്നുണ്ട്. കുറേ പേര് രക്ഷപ്പെടുത്താൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതങ്ങനെ എത്ര തന്നെയുള്ളൂ, ലാസ്റ്റ് നമ്മൾ തന്നെ വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ ട്രവറിനെ എന്തോ ഒരു ബുദ്ധി ചെയ്യാൻ പോകാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഷാർക്കുകൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി തോക്കൊണ്ട് പേടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മൈക്കിളും ട്രവർ അതേ നിൽക്കണ്. മൈക്കിളാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. നമ്മളെ കണ്ടപ്പോൾ സമാധാനമായിട്ടാ. ജിമ്മി അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ രണ്ടും കൂടി പ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തിനും ഇവിടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ അമാൻഡിക്ക് സർപ്രൈസ് ആയിട്ട് എന്തോ പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ലാസ്റ്റ് ഇവർ തന്നെ പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാന്ന് പറയുന്നുണ്ട് നമ്മുടെ മൈക്കിള് ഫ്രാങ്ക്ലിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട് ഇവറ്റ് ഞങ്ങളെ കൊല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ നമ്മുടെ ട്രവറെണ്ണം പറയുന്നുണ്ട് എന്തോ അവരിടുന്ന എന്തൊക്കെ പറയും ഇംഗ്ലീഷിൽ, അവരെ ശ്രദ്ധ മാറ്റി കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിത് നമ്മുടെ മിസൈൽ വെച്ച് ഷാർക്കിനെ കൊല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ട്രവറെണ്ണം അപ്പോഴേക്ക് പോയിട്ടാ അവരെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അങ്ങനെ നമ്മുടെ ലോക്കൽ ലോഞ്ചർ വെച്ച് വെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പ്രാവശ്യം വെടിച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ പറഞ്ഞ് ചത്തിട്ട് ആവണില്ലല്ലോ. ഇതങ്ങനെ പെട്ടെന്ന് ചാവണ ടൈപ്പ് എല്ലാം തോന്നിട്ടാ. വലിയ ഷാർക്കാണ് ഗൈസ്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടും തോന്നുന്നുണ്ട്. ഓ ഗൈസ്, നമ്മുടെ ട്രവറെണ്ണനാണെങ്കിൽ ഭയങ്കര ചത്തൂട്ടാ. നമ്മുടെ മറ്റേ ഷാർക്ക് എവിടെയാ? മറ്റേ ഷാർക്ക് പേടിച്ച് പോയി തോന്നുട്ടാ. എൻ്റെ പൊന്നെ, അങ്ങനെ നമ്മളങ്ങനെ വലിയ ഷാർക്കിനെ കൊന്നുട്ട ഗൈസ്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മറ്റേ വലിയ ഷാർക്കാണെങ്കിൽ പേടിച്ചിട്ട് ഓടിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രവറെണ്ണ മുത്താണ്. എൻ്റെ പൊന്നെ, ഇവര് സമ്മതിക്കണം കേട്ടോ. പണ്ടായിരം ധൈര്യമാണ് നമ്മുടെ ട്രവറെണ്ണനുള്ളത്. അങ്ങനെ നമ്മുടെ മൈക്കിളെ നമ്മളങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളെടുത്ത് പോവാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ, നമ്മുടെ പാർട്ടിക്ക് എന്താ വിളിക്കാന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ എന്തോ പാർട്ടിയുടെ ഇത് കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രവറെണ്ണനാണെങ്കിൽ ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. നമ്മളെ ഫ്രാങ്ക്ലിന് പോലും ഉണ്ടാവില്ല ഇത്ര ധൈര്യം. പക്ഷെ എന്താ കാര്യം, നമ്മളെ രക്ഷിക്കാൻ 2 പേരെന്നെ വേണ്ടി വന്നു. പക്ഷെ നമ്മുടെ മൈക്കിളിനെ വേറെ എന്തോ പരിപാടി ഒപ്പിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ മിസൈൽ വെച്ച് നമ്മുടെ ഷാർക്കിനെ കൊന്നിട്ടുണ്ട്. എന്നാലും വലിയൊരു ഷാർക്കാണ്. എന്നാലും നിങ്ങളെ ലക്ഷ്യമാക്കി എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കും വലിയ പിടിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ മൈക്കിളും ജിമ്മീനെ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളും ജിമ്മീനെയും കൊണ്ട് നമ്മുടെ കരക്ക് എത്തിക്കാട്ടോ. എന്തായാലും പേടിച്ച് തൂറിയിട്ടുണ്ട് 2 എണ്ണം കൂടി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളും ജിമ്മീനെ സേഫായിട്ട് നമ്മുടെ അവിടെ എത്തിക്കാം. മൈക്കിളാ ഒന്ന് അടങ്ങിയിരിക്കടാ. അവനാണെങ്കിൽ എന്തിട്ട് കാണിക്കണം കേട്ടോ, ഭ്രാന്ത് പിടിച്ച പോലെ. 2 എണ്ണം അതുപോലെ തന്നെ അപ്പനും മോനും കണക്ക് തന്നെയാട്ടാ. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.